സഹോദരന്മാരെ, നമ്മൾ സംസാരിച്ചിരുന്നത് ബഹുമാന്യനായ എ അബ്ദുസ്സലാം സുല്ലമിയുടെ പുസ്തകത്തിൽ ഹദീസ് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉസൂല് എന്ന നിലക്ക് എന്താണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണഗതിയിൽ മുജാഹിദുകളായ നമുക്കിടയിലൊക്കെ പണ്ട് കാലം മുതൽക്കേ ചർച്ചയിലുള്ള ഒരു വിഷയമാണ് ബഹുമാന്യനായ സലാം സുല്ലമിക്ക് പല വിഷയത്തിലും അദ്ദേഹത്തിൻ്റെതായ ചില വീക്ഷണങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട് എന്നൊക്കെ. പലപ്പോഴും നമ്മളത് വർഷങ്ങളായി നമുക്കിടയിലെ ചർച്ചാ വിഷയമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയുമാണ്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ പിളർപ്പ് ഉണ്ടായതിന് ശേഷം സംഭവിച്ച ഒരു സംഗതി, സലാം സുല്ലമിയുടെ ഈ അഭിപ്രായങ്ങൾ സംഘടനയുടെ ആ ഭാഗത്തുള്ള ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുക വഴി അതൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായമായിട്ട് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ദീൻ പഠിപ്പിക്കപ്പെടുന്ന ലേഖനങ്ങളും മതവിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കാലിക പ്രസക്തമായ ഭാഗങ്ങളുമൊക്കെ പഠിക്കുന്ന ഒരു പ്രവർത്തകന് അതാണ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം എന്ന് മനസ്സിലാക്കി ആ ആശയങ്ങളാണ് ശരി എന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 8-10 കൊല്ലത്തെ ആ വിഭാഗത്തിൻ്റെ ചരിത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പഠനം നടത്തിയാൽ നമുക്ക് ബോധ്യപ്പെടാം. അതിനേറ്റവും ഒരു പ്രത്യക്ഷമായ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ പുസ്തകം സലാം സുല്ലമിയുടെ മാത്രം ഒരു അഭിപ്രായമായിട്ട് ഒരു നിലക്കും നമുക്ക് പരിഗണിക്കാൻ കഴിയൂല. കാരണം ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് യുവതയാണ്. യുവത എന്ന പ്രസിദ്ധീകരണാലയം ISMന്റെ കീഴിൽ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായ ഒന്നാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ യുവത പ്രസിദ്ധീകരിക്കുന്ന ഒരു ബുക്ക് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ അഭിപ്രായമായിട്ടല്ല ആരും കാണുക. അതിന് പുറമെ ഈ ബുക്കിന് അവതാരിക എഴുതിയിരിക്കുന്നത് അന്നത്തെ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും ഇന്നത്തെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ആ വിഭാഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബഹുമാന്യനായ CP ഉമ്മർ സുല്ലമിയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊന്ന് തട്ടിച്ചു നോക്കി നിങ്ങൾ. ബഹുമാന്യനായ CP അവതാരിക എഴുതിയ യുവത പ്രസിദ്ധീകരിച്ച സലാം സുല്ലമിയുടെ ഒരു ബുക്കിലാണ് ഈ പരാമർശമുള്ളത്. തന്നെയുമല്ല, ഈ അവതാരികയിൽ ബഹുമാന്യനായ CP പറഞ്ഞൊരു അവസാന വാചകമുണ്ട്. ഇതിലെ തുടക്കവും ഒടുക്കവും അത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കേരളക്കരയിൽ ഈയിടെ വീണ്ടും ചർച്ചാ വിഷയമായി മാറിയ ഒരു പ്രശ്നമെന്ന നിലയിൽ ജിന്ന്, ശൈത്താന്, പിശാചി എന്നിവയെ പറ്റിയുള്ള പഠനം തികച്ചും പ്രസക്തമാണ്. ഞാനിത് വായിച്ചെന്തിനാണ് നിങ്ങൾ? സാധാരണഗതിയിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ എന്നല്ല നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട്, ഈ വിഷയം ഒരു വലിയ അജണ്ടയായി എടുത്തുകൊണ്ട് നമ്മുടെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ നയമായി സ്വീകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ചില വർഷങ്ങളിലായി നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രവർത്തനങ്ങളിലും പ്രബോധനങ്ങളിലും മുഖ്യ ചർച്ചാ വിഷയം ഇതാണ്. എന്താണ് അങ്ങനെ ആവാനുള്ള കാരണം? ആ കാരണമാണ് CP യോടെ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പഠനം തികച്ചും പ്രസക്തമാണ്. പക്ഷെ ആ സമയത്ത് തന്നെ ആ കൂട്ടർ പിന്നെ അതോടൊപ്പം ചേർത്തുകൊണ്ട് പറയും, എന്ത് ഉപകാരമാണ് ഇതുകൊണ്ടുള്ളത്, ആർക്കാണ് ഇതുകൊണ്ട് ഗുണം ചെയ്തത് എന്നിങ്ങനെയുള്ള പ്രസ്താവന മറുഭാഗത്ത് നടത്തുകയും ചെയ്യും. എന്നിട്ട് ഈ അവതാരിക ബഹുമാന്യനായ CP അവസാനിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കാര്യങ്ങളൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് എ അബ്ദുസ്സലാം സുല്ലമി എഴുതിയ ഈ ഗ്രന്ഥം. സാധാരണക്കാരൻ്റെ ഭാഷയിൽ സോദാഹരണം അദ്ദേഹം ഈ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സാധാരണക്കാരനും ഈ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ് എന്നാണ്. തന്നെയുമല്ല, ഇതിൻ്റെ പ്രസാധകക്കുറിപ്പിൽ അവസാനത്തിൽ ഇതിനെ പ്രശംസിച്ചിട്ടുണ്ട്.
ഈ വിഷയമായി മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് തികച്ചും പ്രയോജനപ്രദമായി തീരും അബ്ദുസ്സലാം സുല്ലമിയുടെ ഈ ഗ്രന്ഥം. അവതാരിക എഴുതിയ കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജനാബ് CP ഉമ്മർ സുല്ലമിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ബുക്കിലൊരു വാചകമാണ് ഞാൻ നേരത്തെ വായിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഖുർആനിനെയും ഹദീസിനെയും ഏത് സാധാരണ വ്യക്തിയും കാണുന്നതിന് എങ്ങനെയാണ്? അത് ദിവ്യ സന്ദേശമാണ്. ദിവ്യ സന്ദേശമാണ് അത്. മനുഷ്യർക്ക് പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പരലോകത്ത് മോക്ഷം കിട്ടുകയില്ല എന്നതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചത്. അതിൽ പല പ്രവാചകന്മാർക്കും വേദഗ്രന്ഥവും നൽകിയത്. അപ്പൊ ദീൻ എന്നത് തന്നെ മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കേണ്ട ഒന്നല്ല. ഹദീസിലെയും നമ്മൾ അങ്ങനെയാണല്ലോ, പ്രവാചകന്റെ വാക്കുകളെ നമ്മൾ എന്താ പറയാറുള്ളത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രവാചകന്റെ വചനങ്ങളെ ദിവ്യ സന്ദേശമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഹദീസുകളെ സ്വീകരിക്കാനുള്ള മാനദണ്ഡമായി സ്വന്തം ബുദ്ധിയും അനുഭവജ്ഞാനവും വെച്ചുകൊണ്ട് തുലനം ചെയ്ത് അതിനെതിരാണ് എങ്കിൽ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ദുർഘടമായ ഒരു വഴിയിലേക്കായിരിക്കും ആ സമൂഹം പോകുക. ദീൻ ഒഴിവാക്കി നിങ്ങൾ ദുനിയാവിൽ നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന എത്ര സംഗതികൾ ഓരോ വ്യക്തികളും സ്വന്തം ബുദ്ധിയുടെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ മാറ്റുരച്ച് തള്ളാം കൊള്ളാം എന്നുള്ള വിധി പ്രഖ്യാപിച്ചാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താ കാരം? ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്നൊരു സംഗതിയാണ്, ഒരു സുഹൃത്തിന് പനി ബാധിച്ചാൽ പ്രാഥമികമായി ആ ആള് കുടിക്കേണ്ട ഒരു ഗുളികയാണ് ഒന്നെങ്കിൽ പനഡോള് അല്ലെങ്കിൽ പാരസെറ്റാമോളൊക്കെ. എന്നാൽ 100 ആളുകൾ ഒരു ഹോസ്പിറ്റൽ വന്നാൽ 100 ആളുകൾക്കും ഡോക്ടർമാർ അത് എഴുതി കൊടുക്കും. ഏതെങ്കിലും 8 or 10 ആൾക്ക് ഈ പാരസെറ്റാമോളോ പനഡോളോ കുടിച്ചിട്ട് സുഖമായില്ല എങ്കിൽ ആ വ്യക്തികൾ പറയാണ്, എൻ്റെ അനുഭവത്തിൽ ഇത് പനിക്ക് പറ്റൂല, അതുകൊണ്ട് ഈ ഗുളിക ഈ അസുഖത്തിന് പാടില്ല എന്ന് വിധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഭൗതികമായൊരു സംഗതിയാണ്, ഞാൻ ഇതുമായിട്ട് തട്ടിച്ചു നോക്കല്ല. അപ്പൊ അങ്ങനെ ഹദീസുകൾ ഈ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കുന്നത് എങ്കിൽ പിന്നെ ഒരു 10 കൊല്ലം ഈ സ്വീകാര്യതയിലൂടെ അങ്ങോട്ട് നടന്നാൽ ചരിത്രത്തിന്റെ ആവർത്തനം വരും. ചേകന്നൂരും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും പിന്നെ ഉണ്ടാവൂല. എനിക്ക് എൻ്റെ സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ ഈ സംഗതി മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു വ്യക്തി താല്പര്യത്തിന്റെയോ ഭൗതികമായ ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ഇത് സംസാരിക്കുന്നത്. ഈ വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു ബുക്കോ ഈ ബുക്കിൽ പറയുന്ന വിഷയമോ അല്ല ഞാനെടുത്ത ഈ തീരുമാനത്തിന്റെ സുപ്രധാനമായ കാരണം. പക്ഷേ ഈ ബുക്കിൽ പറഞ്ഞ ഈ ഒരു ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞ ഈ വാചകമുണ്ടല്ലോ, അത് ഈ ബുക്കിന് മാത്രം ബാധകമായിട്ടുള്ള ഒന്നായിട്ടല്ല പറയുന്നത്, ഇസ്ലാമിന്റെ നിയമമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ ഇത് നടക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഖുർആനിന്റെ വചനത്തിന് ഒരു ഹദീസ് എതിരായി വരികയും ആ ഹദീസ് ബുദ്ധിക്ക് യോജിക്കാതെയും അനുഭവത്തിന് വിരുദ്ധമായിട്ടാണ് കാണുന്നത് എങ്കിൽ അപ്പോൾ ഈ ആയത്തിനെ തള്ളിക്കളയാൻ പാടില്ല എന്നതിന്റെ പേരിൽ ആ ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നതിലേക്കെത്തും. ഈ ബുക്കിൽ സിഹ്ർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ഖുർആനിന്റെ ആയത്തുകൾ ആ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. കൃത്യമായ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് സഹോദരന്മാരെ ഞാൻ ഈ പറയുന്നത്. ഓരോന്നും നമുക്ക് വേണമെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹദീസിന്റെ ഖുർആനിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു അടിസ്ഥാന തത്വത്തോട് യോജിച്ചു പോകാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടും ഇതല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയപ്പോഴൊക്കെ തന്നെ അത് തിരുത്താനുള്ള ശ്രമം നടത്തിയിട്ട് അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്, ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിലുള്ള തീരുമാനമെടുത്തത്. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, 2010
ഫെബ്രുവരിയിൽ തന്നെ ഞാൻ എൻ്റെ രാജിക്കത്ത് സമർപ്പിച്ചിരുന്നു. പിന്നീടുള്ള 6 മാസത്തിന് ശേഷം ഈ ഒരു 6 മാസത്തിൽ എന്നോടൊപ്പം 10 കൊല്ലം പ്രവർത്തിച്ച ആ വിഭാഗത്തെ ഒരു സുഹൃത്തു പോലും അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ രാജിവെച്ചത് എന്ന്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ഥാനത്തില്ലാത്തത് എന്ന്. ചില വ്യക്തികൾ, എൻ്റെ ബഹുമാന്യനായ സഹപ്രവർത്തകൻ കൂടിയായ ഹാഷിം കെ വിളിച്ച് ചോദിച്ചു, എന്താ നാസർ സുല്ലമിയെ ഇപ്പൊ കാണാനില്ലാത്തത്? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി തികച്ചും സത്യവിരുദ്ധമായ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, നാസർ സുല്ലമി കുറച്ച് ലീവിലാണ്, അദ്ദേഹം ചില വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സജീവമായ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇക്കാര്യം എന്നോട് പറയുന്നത് ആശിംക്കാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തിനാ ആശിംക്ക നിങ്ങൾ കളവ് പറയുന്നത്? അതല്ലല്ലോ ശരി, ഞാൻ രാജിവെച്ചതല്ലേ. ആ രാജിവെക്കാനുള്ള കാരണം എന്താണ് എന്ന് ആ രാജിക്കത്തിൽ ഞാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന സുഹൃത്തുക്കളോട് നിങ്ങൾ കളവ് പറയുന്നത് എന്ന് ബഹുമാനത്തോടുകൂടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ ഈ പ്രചരണം സഹോദരന്മാരെ കൃത്യമായിട്ടും ശരിയല്ല. പിന്നെ അവസാനമായിട്ട് സംഭവിച്ചത് എന്താ നിങ്ങൾ, ഞാൻ ഈ വിഭാഗത്ത് നിന്ന് രാജിവെച്ച് പ്രഖ്യാപിച്ച് പുറത്തു വന്നപ്പോ അത് പല രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സാധിക്കാതെ വന്നു. അങ്ങനെ സാധിക്കാതെ വന്നപ്പോ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പല രംഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോ എന്നെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്ന് വിളിച്ചു. ഞാൻ ഈ വിളിക്കുന്ന സന്ദർഭത്തിൽ ഈ പത്രപ്രസ്താവനയ്ക്ക് അഥവാ എൻ്റെ ചുവടുമാറ്റം ആദർശപരമല്ല എന്നുള്ള ഈ പ്രചരണത്തിനുള്ള ഒരു ചെറിയ മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില സുഹൃത്തുക്കൾ വിളിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഞാൻ നാട്ടിൽ നിന്നൊരു ഫോണ്, ആ ഫോൺ വന്ന വ്യക്തി എന്നെ സ്വയം പരിചയപ്പെടുത്തി. എനിക്ക് ആ വ്യക്തിയുടെ പേര് പറയാതിരിക്കാൻ നിർവാഹമില്ല. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, ഞാൻ ആദരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം ഈ ദഅവത്ത് പ്രചരണ രംഗത്ത് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ഇന്ന വ്യക്തിയാണ്, അഥവാ ഹംസ സുല്ലമി മൂത്തടം എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. അതിനുശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിന്നെ സംബന്ധിച്ചൊരു വാർത്ത കേട്ടു, സത്യാവസ്ഥ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ കേട്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ മടവൂർ വിഭാഗത്തിൽ നിന്നും ഞാൻ രാജിവെച്ച് മാതൃസംഘടനയിൽ ചേർന്നു എന്നാണ് കേട്ടതെങ്കിൽ അത് ശരിയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് നീ വിടാനുള്ള കാരണം? ഞാൻ പറഞ്ഞു, അത് ഞാൻ പിന്നെ പത്രങ്ങളിലൂടെ തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല നീ രാജിവെച്ചത് ആ ബുക്കിന്റെ കാരണത്താലാണ്, സലാം സുല്ലമിയുടെ ബുക്കിന്റെ കാരണത്താലാണ് എങ്കിൽ, അപ്പൊ ഞാൻ പറഞ്ഞു, അത് മാത്രമല്ല അതും ഒരു കാരണമാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയാണ് നീ രാജിവെച്ചത് എങ്കിൽ ഞാൻ സലാം സുല്ലമിയോട് സംസാരിച്ചിരുന്നു. സലാം സുല്ലമി എന്നോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, നിങ്ങളുടെ ഈ ബുക്ക് കാരണം നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് വിട്ട് മറു ഗ്രൂപ്പിലേക്ക് പോയിരിക്കുന്നു എന്ന് ഞാൻ സലാം സുല്ലമിയോട് സംസാരിച്ചു. അപ്പൊ സലാം സുല്ലമി എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ ആ ബുക്ക് പിൻവലിക്കാൻ തയ്യാറാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നോട്, സലാം സുല്ലമിക്ക് ഒരു പ്രവർത്തകൻ ഈ ഗ്രൂപ്പിൽ നിന്ന് പോകരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം, അതിനു വേണ്ടി അദ്ദേഹം ഈ ബുക്ക് പിൻവലിക്കാനും തയ്യാറാണ് എന്ന് സലാം സുല്ലമി എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. ആ ഭാഗം മാത്രം നിങ്ങളൊന്ന് കേൾക്കും. ഞാനിത് പറയുന്നത് നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റേജിൽ വെച്ച് ഈ ആളുകൾക്ക് മുമ്പാകെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു നമീമത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നുള്ള അപരാധം എൻ്റെ മേലിൽ എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാർ, സുഹൃത്തുക്കൾ സ്നേഹമുള്ളത് കൊണ്ട് ആ രൂപത്തിൽ അവർ അത് പ്രചരിപ്പിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആദ്യ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്തില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വരം ശരിയല്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാനിത് റെക്കോർഡ് ചെയ്യാനും ഒരു കാരണമുണ്ട്. സാധാരണഗതിയിൽ ടെലിഫോണുകൾ ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. പക്ഷേ ചില സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് നേരിട്ട് പറഞ്ഞ വ്യക്തികൾ തന്നെ നിഷേധിക്കുകയാണ്. നേരിട്ട് പറഞ്ഞ വ്യക്തികൾ